നമസ്കാരം. ഇന്നാണ് മലയാളത്തിലേക്ക് സ്വാഗതം. ലോകത്തെ ഇപ്പോൾ ആശങ്കയിലാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഫ്രെയിംവർക്ക് കൺവെൻഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീൽ നൽകിയ ഒരു മുന്നറിയിപ്പാണ്. എന്താണ് ഈ മുന്നറിയിപ്പ്? ഈ മുന്നറിയിപ്പിനെ ലോകം എന്തുകൊണ്ടാണ് ഇത്ര ആശങ്കയോടെ നോക്കിക്കാണുന്നത്? നമുക്ക് പരിശോധിക്കാം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ ചെറുക്കുന്നതിനുള്ള നിർണായക നടപടികൾ നടപ്പിലാക്കാൻ ആഗോള സമൂഹത്തിന് ഇനി വെറും 2 വർഷം മാത്രമേ ഉള്ളൂവെന്നാണ് സൈമൺ സ്റ്റീൽ അറിയിച്ചിരിക്കുന്നത്. ആഗോള താപനം എന്ന പ്രശ്നം മുൻനിര ചർച്ചകളിൽ നിന്ന് ക്രമേണ മാഞ്ഞു പോകുമെന്ന ആശങ്കകൾക്കിടയിലാണ് ഈ പ്രഖ്യാപനം എന്നതാണ് ലോകത്തെ കുഴയ്ക്കുന്നത്. 1.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള വിനാശകരമായ താപനില വർധനവ് തടയാൻ 2030ഓടെ ഹരിതഗൃഹ വാതക എമിഷൻ പകുതിയായി കുറയ്ക്കേണ്ടതിന്റെ നിർണായക ആവശ്യകതയിലേക്കാണ് സൈമൺ സ്റ്റീലിന്റെ അടിയന്തര ആഹ്വാനം വിരൽ ചൂണ്ടുന്നത് എന്നത് എടുത്തു പറയണം. അത്തരമൊരു ഉയർച്ച കടുത്ത കാലാവസ്ഥാ സംഭവങ്ങൾക്കും അത്ഭുതപൂർണമായ ഉഷ്ണതരംഗത്തിനും കാരണമാകും. ഈ സാഹചര്യത്തിന്റെ ഗുരുത്വാകർഷണം ഉണ്ടായിരുന്നിട്ടും സമീപകാല ഡേറ്റ വെളിപ്പെടുത്തുന്നത് ഊർജവുമായി ബന്ധപ്പെട്ട കാർബൺ ഡൈ ഓക്സൈഡിന്റെ വർധനവ് കഴിഞ്ഞ വർഷം എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തിയെന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള നിലവിലെ ശ്രമങ്ങൾ 2030 ആകുമ്പോഴേക്കും പ്രതീക്ഷിക്കുന്ന ആഗോള താപനത്തിൽ ഒരു കുറവും ഉണ്ടാക്കുന്നില്ല. ലോകത്തെ 80% എമിഷനും ഉത്തരവാദികളായ G20 രാജ്യങ്ങളുടെ സുപ്രധാന പങ്ക് എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ ഈ മുൻനിര സാമ്പത്തിക ശക്തികൾ അവരുടെ ശ്രമങ്ങൾ ഗണ്യമായി തീവ്രമാക്കേണ്ടതിന്റെ ആവശ്യകത സൈമൺ ഊന്നി പറയുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 2024 കടുത്ത ഉഷ്ണതരംഗം ഇന്ത്യ ഇതിനോടകം പ്രതീക്ഷിക്കുന്നുണ്ട്. കർണാടക, ഒഡീഷ, പശ്ചിമ ബംഗാൾ, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവയുടെ ചില ഭാഗങ്ങൾ ഏപ്രിൽ മാസത്തോടെ താപനില കുതിച്ചുയരുന്നതിനാണ് സാധ്യത. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ കടുത്ത ചൂട് അനുഭവപ്പെടുമെന്ന് IMD മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ആഗോള സഖ്യമായ CDRI COP28-ൽ അതിശക്തമായ ചൂടിനും വെള്ളപ്പൊക്കത്തിനും മുൻഗണന നൽകിക്കൊണ്ട് അർബൻ റെസിലിയൻസ് സ്ട്രാറ്റജിക്ക് തുടക്കം കുറിച്ചു. CDRI ഡയറക്ടർ ജനറൽ അമിത് പ്രൗത്തിയുടെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണവും 2050ഓടെ ആഗോള ജനസംഖ്യയുടെ 2/3 ഭാഗവും നഗരപ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ നഗര രൂപകൽപ്പനകളിൽ ദീർഘകാല കാലാവസ്ഥാ പ്രതിരോധം ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ടെന്ന് ഊന്നി പറയുന്നുണ്ട്. എന്തായാലും കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ലോകത്തെ മുഴുവൻ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നത് നിസ്സംശയം പറയാനാകും. എൽനിനോ പ്രതിഭാസം, അതിനു പുറമെ ലാനിനോ, ഇതെല്ലാം നാം കണ്ടതാണ്. കൂടാതെ കള്ളക്കടൽ എന്ന കടലിന്റെ അസാധാരണ രൂപമാറ്റവും. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ചൂട് അസഹനീയമാണ്. പ്രകൃതിയോട് മനുഷ്യൻ കാണിച്ചു കൂട്ടിയതിനെല്ലാം പ്രകൃതി രൂക്ഷമായ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട്. 2024 സംഭവങ്ങൾ മാത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തായ്വാനിൽ ഭൂകമ്പം, ജപ്പാനിൽ സുനാമി, ന്യൂയോർക്ക് സിറ്റിയിൽ അപൂർവമായ ഭൂകമ്പവും രേഖപ്പെടുത്തിയിരുന്നു. ഇനി ഇന്തോനേഷ്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ മൗണ്ട് റുവാങ് അഗ്നിപർവ്വതം നിരവധി തവണ പൊട്ടിത്തെറിച്ചു. UAEയിലും ദുബായിലും കനത്ത മഴ. 75 വർഷത്തിനിടെ രാജ്യത്തിന് ലഭിച്ച ഏറ്റവും വലിയ മഴയാണെന്നാണ് UAE വിദഗ്ധരുടെ വിലയിരുത്തൽ. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലും ഉണ്ടായി കൊടുങ്കാറ്റും പേമാരിയും. കേരളത്തിലെ സ്ഥിതിയും അത്ര നല്ലതെന്ന് പറയാനാകില്ല. കാരണം കഴിഞ്ഞ 2-3 വർഷമായി തുടർച്ചയായി ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും നാം അനുഭവിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പ്രകൃതി ദുരന്തങ്ങളെല്ലാം തന്നെ മനുഷ്യജീവിതത്തെ ആകെ മാറ്റിമറിക്കും. ചിലപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വരെ കൊണ്ടെത്തിക്കും. ഈ ദുരന്തങ്ങളെല്ലാം കവർന്നുകൊണ്ടു പോകുന്നത് ഒരായുസിന്റെ മുഴുവൻ സമ്പാദ്യമായിരിക്കും. വികസനമെല്ലാം നല്ലതാണ്, പക്ഷേ അത് പ്രകൃതിയെ ദ്രോഹിക്കാത്ത രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ പ്രകൃതി കടുത്ത ഭാഷയിൽ പ്രതികരിച്ചെന്നിരിക്കും. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.